ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ബെത്തനി ഹാമിൽട്ടൺ എന്നൊരു പെൺകുട്ടിയുടെ കഥയാണ്. ശരിക്കും അവിശ്വസനീയമായ ഒരു യഥാർത്ഥ കഥ. ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടിട്ടും പ്രതീക്ഷ കൈവിടാതെ ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു പോരാളിയുടെ കഥ. ഒന്ന് ആലോചിച്ചു നോക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതം തന്നെയായൊരു കാര്യം, അത് പെട്ടെന്നൊരു ദിവസം ഇല്ലാതായാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു ശൂന്യതയെ നമ്മളെങ്ങനെ നേരിടും? 13 വയസ്സുള്ള ബെത്തനി ഹാമിൽട്ടന് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടി വന്നു. കാരണം അവൾക്ക് സർഫിംഗ് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു. അപ്പോ നമുക്ക് ആ ദിവസത്തിലേക്കൊന്ന് തിരിച്ചു പോകാം. ഹവായിലെ കവായി ദ്വീപിൽ മനോഹരമായ ശാന്തമായ ഒരു പ്രഭാതം. വരാൻ പോകുന്ന ദുരന്തത്തെക്കുറിച്ചൊരു സൂചന പോലും നൽകാതെ എല്ലാം തികച്ചും സാധാരണമായിരുന്നു. കണ്ണാടി പോലത്തെ തെളിഞ്ഞ വെള്ളത്തില് ബെത്തനി തന്റെ സർഫ് ബോർഡിൽ തിരമാലകൾക്കായി കാത്തുകിടക്കുകയാണ്. അവളുടെ ഇടതുകൈ വെള്ളത്തിൽ തണുപ്പെറിഞ്ഞ് അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. അവളുടെ മനസ്സിൽ ഒരേയൊരു ചിന്തയുള്ളൂ, തിരമാലകൾ ഒന്നുകൂടി വലുതായിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്നാണത് സംഭവിച്ചത്. ആ ശാന്തതയെ ഭേദിച്ചുകൊണ്ട് ഒരു വലിയ ചാരനിറം വെള്ളത്തിനടിയിലൂടെ ഒരു മിന്നായം പോലെ പാഞ്ഞുപോയി. വെറും ഒരൊറ്റ നിമിഷം, കണ്ണ് ചിമ്മി തുറക്കുന്ന അത്രയും സമയം കൊണ്ട് അവളുടെ ജീവിതം മൊത്തത്തിൽ മാറിമറിഞ്ഞു. വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും, പക്ഷേ അവൾക്കാദ്യം വേദനയൊന്നും തോന്നിയില്ലത്രേ. പകരം എന്തോ ഒന്ന് വന്ന് ശക്തമായി അമർത്തുന്ന പോലെയും മിന്നൽ വേഗത്തിൽ 2 തവണ വലിക്കുന്ന പോലെയുമാണ് തോന്നിയത്. അതൊരു സ്രാവിന്റെ മൂർച്ചയേറിയ പല്ലുകളാണെന്ന് അവൾക്ക് മനസ്സിലായത് പിന്നെയാണ്. അതൊരു 14 അടി നീളമുള്ള ടൈഗർ ഷാർക്കായിരുന്നു. അതിന്റെ ആക്രമണത്തിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, അവളുടെ സർഫ് ബോർഡും ഇടത് കൈയും ഒരുമിച്ചറ്റുപോയി. ആ തെളിഞ്ഞ വെള്ളം നിമിഷനേരം കൊണ്ട് അവളുടെ രക്തത്തിൽ ചുവപ്പായി. ഷോൾഡറിന് തൊട്ടുതാഴെ ഒരു കൈയുടെ സ്ഥാനത്ത് 3-4 ഇഞ്ച് മാത്രം ബാക്കി. ശരീരത്തിലേറ്റ മുറിവിനേക്കാളും എത്രയോ വലുതായിരുന്നോ അവളുടെ മനസ്സിനേറ്റ ആഘാതം. സർഫിംഗ് എന്ന സ്വപ്നം അതോടെ തീർന്നുവെന്നവർക്ക് തോന്നി, തന്റെ ജീവിതം തന്നെ അവസാനിച്ചതുപോലെ. അങ്ങനെ ആശുപത്രിയിലെ ബെഡിൽ കിടക്കുമ്പോൾ തന്റെ തോളിലെ ആ മുറിവിലേക്ക് നോക്കി അവൾ സ്വയം ചോദിച്ച ഒരൊറ്റ ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇനി എന്ത്? തിരമാലകളെ കീറിമുറിച്ച് മുന്നോട്ടു പോയിരുന്ന ആ പെൺകുട്ടിക്ക് മുന്നിൽ എല്ലാ വഴികളും അടഞ്ഞുപോയതുപോലെ തോന്നി. ഒറ്റ കൈകൊണ്ട് ഇനി സർഫ് ചെയ്യാൻ പറ്റില്ലെന്ന് അവൾക്കുറപ്പായിരുന്നു. അങ്ങനെയാണ് അവൾ അച്ഛനോട് ആ കാര്യം പറയുന്നത്: എനിക്ക് ലോകത്തിലെ ഏറ്റവും നല്ലൊരു സർഫ് ഫോട്ടോഗ്രാഫർ ആകണമെന്ന്. അതൊരു പുതിയ സ്വപ്നമായിരുന്നില്ല, അല്ലേ? ശരിക്കും പറഞ്ഞാൽ തന്റെ പഴയ സ്വപ്നത്തിന്റെ നിഴലിൽ ഒതുങ്ങിക്കൂടാനുള്ളൊരു ശ്രമം. തിരമാലകളെ പ്രണയിച്ചവൾക്ക് ഇനി കരയിലിരുന്ന് അതിനെ നോക്കിക്കാണേണ്ടി വരുന്നതിന്റെ വേദനയായിരുന്നു ആ വാക്കുകളിൽ. പക്ഷേ അവൾ തന്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ അവളുടെ കുടുംബം അതിന് തയ്യാറായിരുന്നില്ല. ആ സ്നേഹവും പിന്തുണയുമാണ് അവളുടെ ചിന്തകളെ വീണ്ടും ശരിയായ ദിശയിലേക്ക് കൊണ്ടുവന്നത്. അവളുടെ സഹോദരന്മാർ, അവര് പഴയപോലെ തമാശകളൊക്കെ പറഞ്ഞ് അവളെ ചിരിപ്പിക്കാൻ നോക്കി. മാതാപിതാക്കൾക്കാണെങ്കിൽ ഒരു സംശയവുമില്ലായിരുന്നു അവൾ ഇതിനൊരു വഴി കണ്ടെത്തുമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ആശുപത്രിയിൽ 2ാമത്തെ ദിവസമായപ്പോഴേക്കും ചുറ്റുമുള്ളവരുടെ സ്നേഹവും പ്രോത്സാഹനവുമൊക്കെ കേട്ട് അവളുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷയുടെ വെട്ടം തെളിഞ്ഞു തുടങ്ങി. അങ്ങനെ എല്ലാവരും അസാധ്യമെന്ന് കരുതിയ ആ യാത്ര അവൾ തുടങ്ങി. ആശുപത്രി വിട്ട് 1 മാസം തികയും മുമ്പേ അവൾ വീണ്ടും തിരമാലകളെ കീഴടക്കാൻ തീരുമാനിച്ചു. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കണം, ഇത് ഒട്ടും എളുപ്പമായിരുന്നില്ല. ഓരോ തവണ ബോർഡിൽ നിന്ന് വെള്ളത്തിലേക്ക് വീഴുമ്പോഴും നിനക്കിത് പറ്റില്ല എന്നൊരു ശബ്ദം അവളുടെ ഉള്ളിൽ നിന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ശാരീരികമായ വെല്ലുവിളിയേക്കാൾ എത്രയോ വലുതായിരുന്നു ആ മാനസിക യുദ്ധം. അവൾ തളർന്നുപോയ നിമിഷങ്ങളിലെല്ലാം അവളുടെ അച്ഛൻ കൂടെ തന്നെയുണ്ടായിരുന്നു. വെള്ളത്തിൽ അവളോടൊപ്പം നിന്ന് ധൈര്യം കൊടുത്തു. ഒന്നുകൂടി ശ്രമിക്കൂ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ഇത്തവണ ശരിയാകും. ആ വാക്കുകളാണ് അവൾക്ക് വീണ്ടും ഊർജം കൊടുത്തത്. എന്നിട്ട് അവസാനം അത് സംഭവിച്ചു. ഒരു തിരമാല വന്നു, അവൾ തുഴഞ്ഞു, ബോർഡിന്റെ നടുക്ക് കൈ അമർത്തി മുകളിലേക്ക്. യെസ്! അവൾ എഴുന്നേറ്റു നിന്നു. ആ ഒരൊറ്റ നിമിഷം, അതോടുകൂടി അവളുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം അങ്ങ് പോയി. ഇനി നിനക്ക് സർഫ് ചെയ്യാൻ പറ്റില്ല എന്നു പറഞ്ഞിരുന്ന ആ ശബ്ദം എന്നേക്കുമായി നിന്നു. അവളുടെ മുഖത്തുകൂടി ഒഴുകിയിറങ്ങിയത് കടൽവെള്ളം മാത്രമായിരുന്നില്ല, സന്തോഷം കൊണ്ടുള്ള കണ്ണുനീര് കൂടിയായിരുന്നു. ആ ദുരന്തം അവളുടെ ഒരു കൈയാണ് എടുത്തുകൊണ്ടുപോയത്, പക്ഷേ തിരികെ നൽകിയത് അതിലും എത്രയോ വലുതായിരുന്നു. അവൾ വെറുമൊരു സർഫർ എന്നതിലുപരി ലോകത്തിനു മുഴുവൻ ഒരു പ്രചോദനമായി മാറി. ബെത്തനിയുടെ കഥ നമ്മൾ പറയുമ്പോൾ ഈ വാക്ക് പറയാതെ പോകാൻ പറ്റില്ല: അതിജീവനശേഷി, അഥവാ റെസിലിയൻസ്. പ്രതിസന്ധികളിൽ തളരാതെ അതിൽ നിന്ന് കൂടുതൽ ശക്തമായി തിരിച്ചുവരാനുള്ള മനുഷ്യന്റെ കഴിവിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ബെത്തനി. അവളുടെ കൂട്ടുകാർ പറഞ്ഞത് വളരെ ശരിയാണ്. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടവർക്ക്, പരാജയപ്പെട്ടുപോയവർക്ക് ബെത്തനി ഒരു പ്രതീക്ഷയുടെ പ്രതീകമായി മാറി. ബെത്തനിയുടെ ജീവിതം ശരിക്കും നമ്മളോടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്:
നമ്മുടെയൊക്കെ ജീവിതത്തിലും വെല്ലുവിളികളുടെ പല തിരമാലകൾ വരും അല്ലേ? അതിൽ ഏത് തിരമാലയെ ധൈര്യത്തോടെ നേരിടാൻ നിങ്ങൾ തയ്യാറാണ്? ഒന്ന് ആലോചിച്ചു നോക്കൂ.